Dear students, BVOC second sem paper general biochemistry യൂണിറ്റ് 3 വരുന്ന ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സ് ആണ് ഈ ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു ശരീരത്തിലെ ഒരു ഹ്യൂമൻ ബോഡിയുടെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആസിഡ്സും ബേസസും ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യണം. അതായത് നമ്മൾ ബ്ലഡ് പി എച്ചിൽ, അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും ഇൻ്റർ സെല്ലുലാർ ഫ്ലൂയിഡിലൊക്കെ ബ്ലഡ് പി എച്ച് നോർമലായിട്ട് പോകണം. അതായത് ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് അത് കൊണ്ടുവരാനായിട്ട് പറ്റണം. ഇവിടെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഡീവിയേഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആസിഡോസിസ് കണ്ടീഷനോ അല്ലെങ്കിൽ ആൽക്കലോസിസ് കണ്ടീഷനോ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വഴിവെക്കും. അതായത് മെറ്റബോളിക് ആസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ഇതൊക്കെയാണ് ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മച്ച് ആസിഡ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ പ്രസൻ്റ് ആവുന്നതാണ് ആസിഡോസിസ്. അതായത് വളരെ കൂടിയ അളവിൽ ആസിഡ്സ് പ്രസൻ്റ് ആവുന്നു. അതായത് ബ്ലഡിൻ്റെ പി എച്ച് വാല്യൂ ഡിക്രീസ്ഡ് ആവുന്ന കണ്ടീഷൻ. ഇനി ആൽക്കലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. അതായത് ടു മച്ച് ബേസ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ പ്രസൻ്റ് ആവുന്നു. അതായത് ആൽക്കലോസിസിൽ ബ്ലഡിൻ്റെ പി എച്ച് ഇൻക്രീസ്ഡ് ആവുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആസിഡോസിസും ആൽക്കലോസിസും എന്ന് പറയുന്ന കണ്ടീഷൻ. ആസിഡോസിസും ആൽക്കലോസിസും രണ്ട് ടൈപ്പിൽ വരും: മെറ്റബോളിക് ആസിഡോസിസ് ആൻഡ് റെസ്പിറേറ്ററി ആസിഡോസിസ്. മെറ്റബോളിക് ആസിഡോസിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പി എച്ച് ഡിക്രീസ്ഡ് ആവുകയാണ് ഡ്യൂ ടു ലോ കാർബണേറ്റ് ഓർ നോൺ കാർബോണിക് ആസിഡ് ബഫറിങ്. ഇതിൻ്റെ ഒരു കാരണം കൂടെ, അതായത് നോൺ കാർബോണിക് ആസിഡ് ബഫറിങ് നടക്കും അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ബഫറിങ്ങിൻ്റെ ആബ്സെൻസിൻ്റെ കുറവിൽ ബ്ലഡ് പി എച്ച് ഡിക്രീസ്ഡ് ആവുന്ന കണ്ടീഷനാണ് മെറ്റബോളിക് ആസിഡോസിസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രൈമറി ആൽക്കലി ഡെഫിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ആൽക്കലീസിൻ്റെ അളവ് കുറവ് കാരണമാണല്ലോ ഇവിടെ ആസിഡിൻ്റെ അളവ് കൂടി വന്നത്. സോ നമുക്കിതിനെ പ്രൈമറി ആൽക്കലി ഡെഫിസിറ്റ് എന്ന് വിളിക്കാം. ബൈകാർബണേറ്റും കാർബോണിക് ആസിഡും തമ്മിലുള്ള റേഷ്യോ 20:1 ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ്ഡ് ആവുന്നതുകൊണ്ടാണ് ബ്ലഡിൽ പി എച്ചിൻ്റെ വാല്യൂ ഡിക്രീസ്ഡ് ആയത്. അവർ തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം കോമ്പൻസേറ്ററി മെക്കാനിസത്തിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ബ്ലഡിലുള്ള കാർബോണിക് ആസിഡിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. അതുവഴി കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവിങ് പ്രോസസ്സാണ് അത് ചെയ്യുക. ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാർബോണിക് ആസിഡ് ബ്ലഡിൽ നിന്ന് കുറയും. അതുവഴി ബ്ലഡിൻ്റെ പി എച്ച് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നൊരു പ്രോസസ്സ്. അപ്പോൾ ബൈകാർബണേറ്റിൻ്റെ ലെവൽ ബ്ലഡിൽ ഇൻക്രീസ്ഡ് ആവുന്നു. അങ്ങനെ അമോണിയയും ഹൈഡ്രജനും അമോണിയ ഇൻക്രീസ്ഡ് ആവുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ അയൺ എക്സ്ക്രീഷൻ ഇൻക്രീസ്ഡ് ആവുന്നു. അത് കിഡ്നിയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ നമുക്ക് ഒക്വർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഒരു മെറ്റബോളിക് ആസിഡോസിസ് കണ്ടീഷൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ് പറയുന്നത്. ഇവിടെ ബ്ലഡിൻ്റെ പി എച്ച് കുറയുന്നൊരു കണ്ടീഷനാണിത്. അതിന് നമ്മൾ ഹൈപ്പർ കാപ്പിനിയ എന്ന് വിളിക്കാറുണ്ട്. അതായത് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുന്നു, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പി എച്ച് കുറയുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ അതിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പയർ ചെയ്യുന്നതാണ്. അതായത് പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൂടുതലായിട്ട് പുറന്തള്ളുന്നു. ഓക്കെ, നമ്മൾ ഹൈപ്പോ വെന്റിലേഷൻ സിറ്റുവേഷനാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഹൈപ്പോ വെന്റിലേഷൻ സിറ്റുവേഷനാണ് റെസ്പിറേറ്ററി ആസിഡോസിസിന് കാരണമാകുന്നത്. അതെന്ത് ചെയ്യുന്നു? കാർബോണിക് ആസിഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് നല്ലോണം പോകുന്നതിനനുസരിച്ചിട്ട് കാർബോണിക് ആസിഡിൻ്റെ അളവ് കൂട്ടുകയും അതുവഴി ബ്ലഡിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ റേഷ്യോയിൽ ചേഞ്ചസ് വരികയും ചെയ്യുന്നു. അതായത് 20:1 എന്നുള്ള റേഷ്യോ മാറി അത് കുറഞ്ഞു വരാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ബ്ലഡിൽ ഇൻക്രീസ്ഡ് ആവുന്നു. അങ്ങനെ ബ്ലഡിൻ്റെ പി എച്ച് ഡിക്രീസ്ഡ് ആവുന്നു. അങ്ങനെയാണ് റെസ്പിറേറ്ററി ആസിഡോസിസ് വരുന്നത്. ഇതൊരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. റെസ്പിറേറ്ററി ആസിഡോസിസ് നമുക്ക് റീനൽ ബഫർ മെക്കാനിസം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താവുന്നേ ഉള്ളൂ. ഇനി ആൽക്കലോസിസ് ആണ്. ആൽക്കലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലവേഷൻ ഓഫ് ബൈകാർബണേറ്റ് അയോൺസ് ആണ്. അതായത് ബ്ലഡിൻ്റെ പി എച്ച് ഇൻക്രീസ്ഡ് ആവുന്ന സിറ്റുവേഷൻ. അതായത് ബേസിൻ്റെ അളവ് കൂടുന്നത്, H+ അയോൺസിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത്. ഓക്കെ, H+ അയോൺസിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴാണ് ബ്ലഡിൻ്റെ പി എച്ച് ഇൻക്രീസ്ഡ് ആവുന്നത്. ഇത് നമ്മൾ പ്രൈമറി ആസിഡ് ഡെഫിസിറ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് ആവശ്യത്തിനുള്ള അളവിൽ ആസിഡ് പ്രൊഡ്യൂസ് ആയിരുന്നു എങ്കിൽ ആൽക്കലിയുടെ അളവ് കൂടില്ലായിരുന്നു. സോ നമ്മൾ ഇതിനെ ഒരു പ്രൈമറി ആസിഡ് ഡെഫിസിറ്റ് ആയിട്ട് പറയുന്നു. ആൽക്കലോസിസ് രണ്ട് ടൈപ്പിൽ വരുന്നു: മെറ്റബോളിക് ആൽക്കലോസിസ് ആൻഡ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ acidosis-ന്റെയും മെറ്റബോളിക് ആസിഡോസിസിൻ്റെയും റെസ്പിറേറ്ററി ആസിഡോസിസിൻ്റെയും നേരെ റിവേഴ്സിബിൾ പ്രോസസ്സാണ് മെറ്റബോളിക് ആൽക്കലോസിസിലും റെസ്പിറേറ്ററി ആൽക്കലോസിസിലും നടക്കുന്നത്. ഇനി
ഇത്തരത്തിലുള്ള ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആസിഡ് ബേസ് ബാലൻസിൽ ഷാർപ്പായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പെത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ടാവാൻ കാരണമാവുന്നു. ഡയബറ്റിസ് മെലിറ്റസ്, റീനൽ ഫെയിലിയർ, ലാക്റ്റിക് ആസിഡോസിസ്, ഹെമറേജ്, പൈലോനെഫ്രിറ്റിസ്, സ്റ്റാർവേഷൻ, ഇതെല്ലാമാണ് ഈ പറഞ്ഞ ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ആണ്. മെറ്റബോളിക് ആൽക്കലോസിസ് എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്സിനെ കൂടുതലായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരും. അതായത് ഹൈപ്പോകാൽമിയൊക്കെ, അതായത് കാൽഷ്യത്തിനുള്ള നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ ആൽക്കലോസിസ് കണ്ടീഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. റെസ്പിറേറ്ററി ആസിഡോസിസ്, ആസ്മ, ബ്രെയിൻ ലിഷൻസ്, ഡ്രഗ്സ്, എംഫിസിമ, പൾമണറി എഡിമ, ഇതെല്ലാം റെസ്പിറേറ്ററി ആസിഡോസിന് കാരണമാകുന്നുണ്ട്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് നമുക്ക് ഫീവർ, ഹൈ ആൾട്ടിറ്റ്യൂഡ്, മെൻജിനിറ്റിസ്, പിന്നെ സാലിസൈക്ലേറ്റ്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ പറഞ്ഞ ആസിഡ് ബേസ് ഡിസോർഡേഴ്സ് കോമ്പിനേറ്റ് ചെയ്ത് രണ്ടോ അതിലധികമോ അസുഖങ്ങൾ ഒരുമിച്ച് കോമ്പിനേറ്റ് ചെയ്തിട്ട് ചില പേഷ്യൻസിൽ കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതിന് നമ്മൾ മിക്സഡ് ആസിഡ് ബേസ് ഡിസോർഡേഴ്സ് ആണ് വിളിക്കുന്നത്. അത് നമ്മുടെ ബ്ലഡ് ഗ്യാസിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഇത്തരത്തിലുള്ള മിക്സഡ് ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസംസും ഉണ്ട്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പൻസേറ്ററി മെക്കാനിസംസും ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആസിഡ് ബേസ്ഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.